ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ്. ഇന്ന് വന്നിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഹൈദരാബാദ് ഗോൽക്കൊണ്ട ഫോർട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഞാൻ ടൂർ പോയതല്ല, എൻ്റെ ഒരു ഫ്രണ്ട് ടൂർ പോയപ്പം അവരെടുത്ത വീഡിയോ നമുക്ക് അയച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത്ര നല്ല ഹിസ്റ്റോറിക്കൽ പ്ലേസിൻ്റെ വീഡിയോ കുറച്ച് കിട്ടുമ്പോൾ അത് വീഡിയോ ഇടാതിരിക്കുന്നത് എങ്ങനെയല്ലേ. അപ്പം അത്യാവശ്യം എനിക്കറിയുന്ന കാര്യങ്ങളും കുറച്ച് വീഡിയോസൊക്കെ വെച്ചിട്ട് ഞാനിടാം. എങ്ങനെയാണെങ്കിലും എത്രയാണെങ്കിലും നമുക്കവിടെ പോകാൻ പറ്റിയ അത്ര അടിപൊളിയാണ് കേട്ടോ. എനിക്കൊരു അവസരം കിട്ടി ഞാൻ എന്തായാലും പോകും. അതുപോലെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് കേട്ടോ അത്. അപ്പോൾ 11ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശം ഉണ്ടാക്കിയ കോട്ടയാണ് കേട്ടോ. ഈ കോട്ടയ്ക്ക് ഗോൽക്കൊണ്ട കോട്ട എന്ന് മാത്രമല്ല മംഗൾ കോട്ട എന്നും പേരുണ്ട് കേട്ടോ. ഈ മംഗൾ കോട്ട എന്നൊക്കെ പേര് ഗോൾക്കൊണ്ട ഫോർട്ട് എന്നൊക്കെ പേര് വന്നത് ഉരുണ്ട ഒരു കുന്നും പ്രദേശമായിരുന്നു. ഫസ്റ്റ് കോട്ട ഉണ്ടാക്കിയത് മണ്ണുകൊണ്ടായിരുന്നു. പിന്നീടാണ് ഈ കാണുന്ന രീതിയിൽ ഉണ്ടാക്കിയത് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ആ രീതിയിലാണ്. ആ ലാസ്റ്റ് ഔറംഗസീബ് കോട്ട പിടിച്ചടക്കിയപ്പം എല്ലാം നശിപ്പിച്ചതാണ് കേട്ടോ. രാജ്മഹൽ ഒഴിച്ച് ബാക്കി റാണി മഹൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നശിപ്പിച്ചതാണ് കേട്ടോ. അപ്പം ഇങ്ങനെ പക്ഷെ എന്നാലും കാണാനും നമുക്ക് കണ്ടാൽ അത്ഭുതം തോന്നുന്ന പണിയും ഒക്കെയാണ് കേട്ടോ. ഒരു എന്താ പറയുക, ടെക്നിക്കലായിട്ടും ഒരു മെഷീൻസോ ഒന്നും അതിനെക്കുറിച്ച് ഒരു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്രയും എല്ലാ രീതിയിലുള്ള സെറ്റപ്പും ഉള്ളൊരു കോട്ട, മുകളിൽ നിന്ന് താഴോട്ട് പണിത കോട്ടയാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത അതാണ്, മുകളിൽ നിന്ന് താഴോട്ട് പണിതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇല്ലാത്ത സൗകര്യങ്ങളില്ല. പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ എല്ലാ സൗകര്യങ്ങളും അതിൽ എടുത്തു പറയുന്നത് പണ്ടത്തെ രാജാക്കന്മാർ, ഇതൊക്കെ രാജവീതികളാണ്. ഇവിടെ എന്നാന്ന് വെച്ചാൽ ക്ലാപ്പിംഗ് പോയിന്റ് എന്ന് പറയും കേട്ടോ. ക്ലാപ്പിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ രാജാക്കന്മാർ നിർദ്ദേശം കൊടുക്കാനോ അല്ലെങ്കിൽ പ്രജകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനോ അല്ലെങ്കിൽ ശത്രുക്കൾ വന്നെന്നൊക്കെ അങ്ങനെയൊക്കെ രീതിയിൽ അറിയിക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോ പ്രത്യേക സ്ഥലമുണ്ട്. ആ പ്രത്യേക സ്ഥലത്ത് മേലെ, കെട്ടിടത്തിൻ്റെ മേലെ 24 ഡയമണ്ട് കട്ടിങ് ഉപയോഗിച്ചിട്ട് പണിതിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്പെസിഫിക് ഏരിയയിൽ നമ്മൾ കൈകൊട്ടുവോ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര സ്ഥലം വരെ കേൾക്കും, അല്ലെങ്കിൽ രാജാവ് ഇരിക്കുന്നിടത്ത് കേൾക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇപ്പോഴും അത് അത്യാവശ്യം പുതുതായിട്ട് അവർ റെഡിയാക്കിയ സ്ഥലങ്ങളും ഉണ്ട്, കല്ലൊക്കെ വെച്ച് പണ്ടത്തെ സ്ഥലങ്ങളും ഉണ്ട്. എന്നാലും പച്ചപ്പോടുകൂടി നല്ലൊരു സ്ഥലമായിട്ട് അവർക്കത് മാനേജ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു പച്ചപ്പാർന്നൊരു സ്ഥലമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒരു 3 കിലോമീറ്റർ പരന്ന് കിടക്കുന്ന കോട്ടയാണ് ഗോൽക്കൊണ്ട കോട്ട. അതിൻ്റെ മതിൽക്കെട്ട് തന്നെ 7 കിലോമീറ്ററോളമാണെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങോട്ടേക്ക് വെള്ളമൊക്കെ എത്തിച്ചിട്ടുള്ള ഈ ഭയങ്കര പൊക്കമുണ്ട്, ഒരു 500 അടി പൊക്കമൊക്കെ ഉണ്ട് ഈ കെട്ടിടത്തിന്. മേലെ നിന്ന് താഴോട്ട് പണിതല്ലേ. അപ്പം അതിനകത്ത് എല്ലാ സൗകര്യമുണ്ട് പോലും. ഓരോ നിലയിൽ 4 ടാങ്കുകളുണ്ട്. പിന്നെ ഇതിൻ്റെ ചരിത്രപരമായിട്ട് കുറേ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കോട്ടയും ഓരോ വാതിലുകളും കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ശകലം പേടിയൊക്കെ തോന്നും. പിന്നെ അതിനകത്ത് രാംദാസ് ജയിൽ എന്ന് പറഞ്ഞ കോട്ടയുണ്ട് കേട്ടോ. അത് ഈ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണക്കിൽ കൃത്രിമം കാണിച്ച ആ ആളെ ഒരു റൂമിൻ്റെ ഉള്ളിൽ ആക്കി അയാൾക്ക് മേലെ നിന്ന് ഒരു ഹോള് മാത്രമേ ഉള്ളൂ അയാൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതവിടെ കാണാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അവർ വഴിയൊക്കെ പാസേജൊക്കെ ആക്കിയിട്ടുണ്ട്. കണ്ടോ, കുറേ സ്ഥലത്ത് വവ്വാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ സ്വിമ്മിങ് പൂളും രാജ്ഞി വിളിച്ചിരുന്ന സ്ഥലവും രാജ്ഞി മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളും പിന്നെ എല്ലാ കെട്ടിടത്തിലേക്കും വെള്ളം എത്താൻ പാകത്തിന്, വെള്ളമെല്ലാം ഈ കല്ലും കൊണ്ട് ഇതിൽ കൂടിയാണ്. പണ്ടത്തെ ആൾക്കാരുടെ ഒരു മെഷീനറീസിൻ്റെ സഹായം ഇല്ലാതെ എന്താ പറയുക, പണിയുന്നവരുടെ നൈപുണ്യം എന്ന് പറയാം, കലാവിരുത്, അതാണ് ഈ കോട്ട കാണാൻ ചെന്നാൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. പറഞ്ഞാൽ തീരില്ല. എനിക്ക് ഈ വീഡിയോ കണ്ടപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് നിങ്ങളോടിത് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ല അവസരം കിട്ടുകയാണെങ്കിൽ പോയി കാണുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ 1843 മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഹൈദരാബാദിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഗോൽക്കൊണ്ട ഫോർട്ടിലേക്ക്. പിന്നെ ഇപ്പോഴത്തെ അവിടുത്തെ മെയിൻ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തി, പ്ലാസ്റ്റിക് വൈദ്യുതിയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം നേരത്തെ ഒരു ഏരിയ കണ്ടില്ലേ, അതൊക്കെ റാണി മേക്കപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെയാണെന്നാണ് അവിടുത്തെ ഗൈഡും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ കുറേ. പിന്നെ 1687 കേട്ടോ ഔറംഗസീബ് കോട്ട പിടിച്ചടക്കിയത്. പിന്നെ ഈ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്നത് റാണി മഹലായിട്ട് ആണ് കേട്ടോ. പിന്നെ ഇവിടെ രാജാക്കന്മാർ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ശവകുടീരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ദുർഗാദേവി ക്ഷേത്രമുണ്ട്.
പിന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനും മഹലും കാര്യങ്ങളൊക്കെ പ്രത്യേകം സ്പെഷ്യലായിട്ടുണ്ട്. നിസ്കരിക്കുന്ന ആ പ്രത്യേകമായിട്ടുള്ള സ്ഥലത്തേക്കൊന്നും കയറി കാണാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളുള്ള ഒരു കോട്ടയാണ് ഇത്. ഇപ്പോഴൊന്നും അല്ലെന്ന് ഓർക്കണം. അതാണ് നമ്മുടെ പണ്ടത്തെ ആൾക്കാരുടെ കരവിരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. 11-ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശം ഉണ്ടാക്കിയ കോട്ടയാണ് ഗോൾക്കൊണ്ട ഫോർട്ട്. അങ്ങനെ കുതുബ് ഷാഹി ഭരണ സമയത്താണ് ഇതുണ്ടാക്കിയത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ പോയി തന്നെ അറിയണം. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എനിക്ക് അയച്ചു തന്ന ഫ്രണ്ടിന് ഒത്തിരി താങ്ക്സ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ. ഓക്കെ. അങ്ങനെ കുറച്ച് വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറകെ അതൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. നമ്മുടെ കൊഹിനൂർ രത്നം സൂക്ഷിച്ചിരുന്നത് ഒരു കാലത്ത് ഗോൽക്കൊണ്ട കോട്ടയിലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ രാംദാസ് പ്രിസൺ എന്ന് പറഞ്ഞ ജയിലുണ്ടല്ലോ, അത് രാജാവ് ഭരണകാലത്ത് രാജാവ് നിയമിച്ച തഹസിൽദാരുണ്ടായിരുന്നു. രാംദാസ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ രാമഭക്തനായിരുന്നു അയാൾ. അപ്പം അയാൾ രാമക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാജാവ് അറിയാതെ പൈസ എടുത്തതിന് ഇതാക്കിയിട്ട് 12 വർഷം ശിക്ഷിച്ചിരുന്നു. അത് ശരിക്കും ഫുഡ് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു ഹോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് 12 വർഷം രാംദാസ് അതിനകത്ത് ജീവിച്ചത് രാമപൂജ ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഇപ്പം അത് പ്രത്യേകം കാണികൾക്ക് കാണാൻ വേണ്ടി അങ്ങോട്ട് പോകാൻ പാസേജൊക്കെ ആക്കിയിട്ടുണ്ട്. മറ്റേ അന്നത്തെ കാലത്ത് ഒരു മേലയിൽ നിന്ന് ഒരു ഹോളിൽ കൂടെ ഫുഡ് കൊടുക്കുന്നു മാത്രമാണ്. അപ്പോൾ 12 വർഷം അതിനകത്ത് ജീവിച്ചത് രാമപൂജ ചെയ്തിട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഔറംഗസീബ് ഈ കോട്ട പിടിച്ചടക്കിയ സമയത്ത് 8 മാസം യുദ്ധം ചെയ്തിട്ടാണ് അത്ര ഈ കോട്ട പിടിച്ചെടുക്കാൻ സാധിച്ചതെന്നാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 മാസം യുദ്ധം ചെയ്തെങ്കിലും 1 ലക്ഷം പടയാളികളും 50,000 കുതിരപ്പടയാളികളും കുറേയധികം പീരങ്കികളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു. എന്നിട്ടും പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. പിന്നെ കൊട്ടാരത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു സഹായി ചതിച്ചത് മൂലമാണ് ഔറംഗസീബിന് കോട്ട പിടിച്ചെടുക്കാൻ പറ്റിയതെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഈ കോട്ടേൻ്റെ മേലെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഹൈദരാബാദിൻ്റെ ഒരു ഏകദേശമല്ല ഫുൾ വ്യൂ, അടിപൊളി വ്യൂ കിട്ടുമെന്നാണ് പറയുന്നത്. പോയി കണ്ടാൽ ഇതൊക്കെ ഞാൻ കുറച്ച് വീഡിയോസ് അങ്ങനെ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തർ പറഞ്ഞു കേട്ടു, അങ്ങനെയുള്ള അറിവുകളാണ് കേട്ടോ. അപ്പം അതിൻ്റെ മേലെ കോട്ടേൻ്റെ മേലെ നിന്നിട്ടുണ്ടെങ്കിൽ ചാർമിനാറിൻ്റെ കുറച്ച് ഭാഗം കാണാം. പിന്നെ ഹൈദരാബാദ് ഫുൾ കാണാമെന്നാണ് പറയുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റാ ബൈ ബൈ. ഓക്കെ. ഇത്രയേ ഉള്ളൂ.